ജനുവരി 1 പുതുവർഷ ദിനമാ, ചിരിദിനം ജനുവരി 10. മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21, വനിതാ ദിനം മാർച്ച് 8. ഈ ഒരു പാട്ടിലൂടെ എത്ര ദിവസങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്? ജനുവരി 1 പുതുവർഷ ദിനം, ന്യൂ ഇയർ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അടുത്തത് ടീച്ചർ പറഞ്ഞ ഡേറ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? തീയതി ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ജനുവരി 1 പുതുവർഷ ദിനമാ, ചിരിദിനം ജനുവരി 10. മാതൃഭാഷാ ദിനം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു തീയതിയാണ്. മാതൃഭാഷാ ദിനം എന്നാണ് നമ്മൾ CM കിഡ്സ് സ്കോളർഷിപ്പിനും ക്യൂസ് കോമ്പറ്റീഷനും ഒക്കെ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ചോദ്യം ഇതാണ് കേട്ടോ. ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനം. പിന്നെയോ വനിതാ ദിനം മാർച്ച് 8. അപ്പോൾ ഇങ്ങനെ പാട്ടുകളിലൂടെയും പലതരം ട്രിക്കുകളിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരം ഡേറ്റുകളും കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കണ്ടേ? അടിപൊളിയായിട്ട് പരീക്ഷയെ നേരിടണ്ടേ? യെസ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ സൈലത്തിൽ പ്രാണ എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ ഈ അവസാന നിമിഷം എന്തിനാണ് പ്രാണയെ പറ്റി പറയുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടാവും. മക്കളെ, 4ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് നിങ്ങളെ പഠിപ്പിച്ച് ഇത്തരം പാട്ടുകളിലൂടെയും കഥകളിലൂടെയും ട്രിക്കുകളിലൂടെയും എല്ലാ വിഷയങ്ങളും വളരെ കൃത്യമായിട്ട് നിങ്ങളൊരു അടിത്തറ ഉണ്ടാക്കുന്ന പ്രാണയുടെ ഒരു റിവിഷൻ ബാച്ചിൻ്റെ അഡ്മിഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 15% ഓഫറോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ 15% ഓഫറോട് കൂടി ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ എല്ലാവരും പോവുക. ഈ ദിവസങ്ങളൊന്നും മറന്നു പോകല്ലേ.